എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് പുഷ്കറിലാണ്. അപ്പം നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ എൻ്റെ ഒരു ഹോസ്റ്റലിലാണ് സ്റ്റേ ചെയ്തത്, ഡോർമെട്രിയിൽ. നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉള്ള സ്ഥലമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും ആദ്യമായിട്ടാണ് ഒരു ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യുന്നത്, അതും ഡോർമെട്രി സ്റ്റേ. അവിടെയാണ് നമ്മുടെ റൂം. നമുക്ക് ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ മടക്കിയെടുത്ത് വെക്കാനുണ്ട്. ചേച്ച ഇവിടെ റെഡിയാവുന്നതേ ഉള്ളൂ. മിക്സഡ് ഡോമാണ്, ബോയ്സും ഗേൾസും ഒന്നിച്ചായിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്. ചേച്ച പൊക്കത്ത്, ഞാൻ താഴെയായിട്ടാണ് കിടന്നത്. ഇപ്പറേ പിന്നെ ഒരു ഫോറിനറായിരുന്നു. ഞങ്ങൾ സാധനങ്ങളെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് റെഡി. അതെ, ഇനിയിപ്പോൾ ഇറങ്ങാം. ഇതിൽ താമസിക്കും. ഇവിടുത്തെ പശു എല്ലാം വലിയ പശുവാണ്, എൻ്റെ ബുക്കും ഉണ്ട് അതിന്. അപ്പോൾ നമ്മൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ഡ്രൈവർ ദേ വണ്ടിക്കകത്ത് കയറിയിരുന്നു. സ്റ്റാർട്ട് ചെയ്തോ. പുത്തേട്ട് ഫാമിലി ബ്ലോഗിൻ്റെ ജയ്പൂരിലേക്കുള്ള കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് രാവിലെ പുഷ്കർ ലേക്ക് ഒന്ന് കണ്ടിട്ട് പോകാം. പുഷ്കർ ലേക്കും ഇവിടെ ബ്രഹ്മാവിൻ്റെ അമ്പലം ഒന്ന് കണ്ടിട്ട് പോകാം. ഓക്കെ, പുഷ്കർ ലേക്ക് ലെഫ്റ്റ്. ഓട്ടോടെ പറയുന്നേക്ക് അവർ രാവിലെ അമ്പലത്തിലും എല്ലാം പോകുമായിരിക്കും. എല്ലാ ഓട്ടോയുടെയും പോലെ അങ്ങനെ കേട്ടോ. അതിന് മുമ്പിലൊരു ഓട്ടോ പോകുന്നവർക്ക്. അതെ, നമ്മൾ കഴിഞ്ഞ ദിവസം പോയവർക്കുന്നില്ല. അതെ, ജയ്സാൽമീർ ഇപ്പം ശ്രീ ബ്രഹ്മ ടെമ്പിൾ ലെഫ്റ്റ്. പുഷ്കർ ഒരു സ്പിരിച്വൽ പ്ലേസ് ആണ്. ഇവിടെ ഇഷ്ടംപോലെ വാളൊക്കെയുള്ള കടകളുണ്ടല്ലോ, രണ്ട് സൈഡിലുണ്ട്. പാർക്കിംഗ് ഇപ്പുറത്താ. പാർക്ക് ചെയ്തോ. ഇവിടെയും പശുവിന് പുല്ല് മേടിച്ചു കൊടുക്കാൻ വേണം നമുക്ക്. ഇപ്പോൾ ഇവിടുത്തെ മെയിൻ സീസണാണ്. ഇഷ്ടം പോലെ ഫോറിനേഴ്സൊക്കെ വരുന്നുണ്ട്. രാവിലെ ചായ ഒന്നും കുടിച്ചില്ല. നിനക്ക് വിശക്കുന്നുണ്ടോ? എനിക്ക് വിശക്കുന്നുണ്ട്. ഞാൻ കരുതി ഇപ്പം എവിടെയെങ്കിലും വണ്ടി മാറ്റിയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ നോക്കിട്ടാണ്, ചായ എന്തെങ്കിലുമൊക്കെ വെക്കാൻ നോക്കിട്ട്. ഇപ്പം മന്ദിർ കണ്ടിട്ട് ഫുഡ് കഴിക്കാം. നമുക്ക് രാവിലെ ഒന്ന് ഇവിടെ സൈഡിൽ എവിടെയെങ്കിലും കടകളുണ്ടാവും, ഇവിടെ നിന്ന് വല്ലതും മേടിച്ച് കഴിക്കാം. ചെറുതായിട്ട് എന്തെങ്കിലും, ചെറുതായിട്ട് ചായയോ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിക്കാം. എന്നിട്ട് നമുക്കൊരു ഷോപ്പിംഗ് നടത്താം. രാവിലെ തുണി കാണുന്നുണ്ട്, ഡ്രസ് തുണി കാണുമ്പോൾ അങ്ങോട്ട് പോകും കണ്ണൊക്കെ. അതെ, ഞങ്ങൾ ഇന്നലെ വലിയൊരു ലാഭം ഉണ്ടാക്കി. അതെങ്ങനെയാണെന്ന് അറിയോ? ഞങ്ങള് ബിക്കാനീർ നമ്മളൊന്ന് പോയ ക്യാമൽ റിസർച്ച് സെന്ററിൽ പോയി. അവിടെ ഒരു ഒട്ടകത്തിന് 500 600 ഒക്കെ, ചെറുതിന് 500 ഒക്കെ, വലുതൊക്കെ അത് കൂടുതല ആ റേറ്റ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ഇന്നലെ ചുമ്മാ മാതാ ടെമ്പിളിൽ പോയപ്പോ അവിടെ ഒരു അതേ സെയിം ഒട്ടകം 50 രൂപ കിട്ടി. 50 രൂപയ്ക്ക് ഞങ്ങൾ എന്താ അവിടെ കിടപ്പോ ഞങ്ങൾ മേടിച്ചോണ്ട് വന്നു. അതെ, പിന്നെ ഈ കാർട്ടുള്ള മറ്റേ പുറയില വണ്ടിയും കൂടെ ഉള്ള സാധനത്തിന് 100 രൂപ. 100 രൂപ അവിടെ വിലക്കുറവായിരുന്നു ഒട്ടകത്തിനൊക്കെ. ബാക്കിയുള്ള നമുക്ക് അറിയത്തില്ല, നമ്മൾ പോയില്ല. ഇങ്ങോട്ടല്ലേ ഇഷ്ടംപോലെ ഇതുപോലെ വാളിൻ്റെ ഒക്കെ കടയുണ്ട്. എന്നാണോ എൻ്റെ ഒരു ഇത് മനസ്സിലാവുന്നില്ല. രാവിലെ ഇവിടെ പക്കോടയും ജിലേബിയും പാല് തിളപ്പിക്കുന്നുണ്ടോ വലിയ ഇതിൻ്റെ അകത്ത്. നമുക്ക് ചായ കുടിച്ചാലോ? പോയിട്ടുണ്ട്, കുടിക്കാം. ആദ്യം നമുക്ക് ലേക്ക് പോയിട്ട് വരാം, എന്നിട്ട് നമുക്ക് ടെമ്പിളിൽ പോവാം. ഇതിവിടുത്തെ ചെറിയൊരു ഗള്ളിയാണ്. ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ ഇഷ്ടംപോലെ ഗൈഡുകളുണ്ട്. വലിയ ചാർജ് ഒന്നുമില്ല, 50 രൂപ 100 രൂപ റേഞ്ചൊക്കെ ഉള്ളൂ. മെയിൻ റോഡിലാണെങ്കിൽ 100 രൂപ പറയും. പിന്നെ നമ്മൾ അടുത്തോട്ട് നടന്നു വരുമ്പോഴത്തേക്ക് 50 രൂപയുള്ളൂ. ഇതൊക്കെ പഴയ വീടുകളാണെന്ന് തോന്നുന്നല്ലേ? ഇവിടെ എല്ലാം ഭയങ്കര ഓണടി. അതെ, എവിടെ പോയാലും അതെ, അതെ, ഒരു വ്യത്യാസവും ഇല്ല. എല്ലായിടത്തും അതെ. ഇന്നലെ അജ്മീർ പറഞ്ഞപ്പോഴും അവിടെ ഇതുപോലെ ആയിരുന്നു, ഇങ്ങോട്ട് വന്നപ്പോഴും അതെ. ആ ബിൽഡിംഗ് ഉണ്ടോ എന്നല്ലേ? അതൊരു ഹോട്ടലാണ്, പട്ടക്കട കേട്ടോ, പട്ടം ട്രീറ്റ്. ഇവിടെയൊക്കെ അത്യാവശ്യം കാറ്റുണ്ട്, അതുകൊണ്ട് പട്ടം പറത്താനും രസമുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ കടകളുണ്ട്. എല്ലാം കഴിച്ചാലോ? എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. എനിക്കും വിശക്കുന്നുണ്ട്. കാര്യം പറഞ്ഞാൽ വേണേൽ കഴിച്ചിട്ട് പോവാം. ഇത് കുഞ്ഞുടുപ്പൊക്കെ കിടക്കുന്നു. തിരിച്ച് കടകളിലൂടെ ഒക്കെ കയറി പോവേ. അതെ, ഇതാണ് പുഷ്കർ ലേക്കിലേക്കുള്ള എൻട്രൻസ്. ഇവിടെ ഇതിന് രണ്ട് സൈഡിലും നിറച്ച് കടകളാണ്. ഇവിടെ ഇഷ്ടം പോലെ മറ്റേ സിംഹവാലങ്കുരം കൊണ്ട് ഭയങ്കര വലിപ്പമുള്ള ഒരുങ്ങല്ലേ? അതല്ലേലും വലിയ ഉരങ്ങ. ഇവിടെ ചെരുപ്പ് വെച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ഇവിടെ ചെരുപ്പ് വെക്കാൻ സ്റ്റാൻഡൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ചാർജൊന്നുമില്ല, ഫീസൊന്നുമില്ല. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് പുഷ്കർ ലേക്കിൻ്റെ തീരത്താണ്. അപ്പം ബ്രഹ്മാവിൻ്റെ അമ്പലം മുകളിലാണ്. ഇവിടെയാണ് പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ലേക്കിൻ്റെ തീരത്താണ്. ഇതാണ് പുഷ്കർ ലേക്ക്. ഇവിടുത്തെ വിശ്വാസം ബ്രഹ്മാവ് ഈ പുഷ്കർ ലേക്കിലാണുള്ളതെന്നാണ്. ബ്രഹ്മാവിൻ്റെ നഗരമെന്നാണ് പുഷ്കർ അറിയപ്പെടുന്നത്. പുണ്യനദിയായ പുഷ്കർ തടാകത്തോട് ചേർന്നാണ് പുഷ്കർ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ പുരാതന പട്ടണങ്ങളിൽ ഒന്നാണിത്. ലോകത്ത് ബ്രഹ്മാവിന് സമർപ്പിക്കപ്പെട്ട അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്ന് പുഷ്കറിലാണുള്ളത്. 14-ാം നൂറ്റാണ്ടിലാണ് ഇതിൻ്റെ പണി തുടങ്ങിയത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് പുഷ്കർ തടാകം. ഇവിടെ സ്നാനം ചെയ്തു കഴിഞ്ഞാൽ പാപമോക്ഷം കിട്ടുമെന്നാണ് ഭക്തരുടെ വിശ്വാസം.
ഐതിഹ്യമനുസരിച്ച് ബ്രഹ്മാവ് യാഗം ചെയ്യാനായിട്ട് അനുയോജ്യമായൊരു സ്ഥലം തേടുകയായിരുന്നു. അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും താമരപ്പൂ വീണു പോവുകയും ആ വീഴുന്ന സ്ഥലത്ത് തടാകം രൂപപ്പെടുകയും ചെയ്തു. താമര വീണ സ്ഥലത്തിൻ്റെ പുഷ്കർ എന്ന പേരും വന്നു. മറ്റൊരു പുരാണ കഥ അനുസരിച്ച് വജ്രനാഭൻ എന്ന അസുരനെ വധിക്കുമ്പോൾ ബ്രഹ്മാവിൻ്റെ കയ്യിലെ താമരയിലെ ഇതളുകൾ വീണ് അങ്ങനെയാണ് ഈ തടാകം രൂപം കൊണ്ടതെന്നും വിശ്വസിക്കുന്നു. എന്തൊരു സ്ഥലേ. ഇഷ്ടംപോലെ പ്രാവുകളുണ്ട്. ഇതൊക്കെ സ്നാനം ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളാണ്. ബലിയൊക്കെ ഇടുന്നുണ്ട് ഇവിടെ വന്ന ആൾക്കാർ. വെള്ളത്തിന് നല്ല തണുപ്പാട്ടോ. ഈ ലേക്കിന് ചുറ്റും ഇതുപോലെ അമ്പലങ്ങളും അതുപോലെ സ്നാനം ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെയാണ്. ഇതിൻ്റെ അകത്ത് മീനുണ്ട് കേട്ടോ ഇഷ്ടംപോലെ. ഇത് ഈ ജാറുകളിലൊക്കെ ഇവിടെ ഉള്ളവർ വന്ന് ഇതിലെ ലേക്കിലെ വെള്ളം കൊണ്ടുപോകാറുണ്ട്. ഇതാണ് മെയിൻ എൻട്രൻസ്. ഇവിടെ ആൾക്കാർ ചിതാഭസ്മൊക്കെ കൊണ്ടുവന്ന് ഒഴുക്കാറുണ്ട്. നമുക്കിനി ക്ഷേത്രത്തിലേക്ക് പോവാം. പോയേക്കാം. ഇവിടെ ഇഷ്ടംപോലെ സ്വീറ്റ്സ് ഉണ്ട് കേട്ടോ. ഹൽവ ഹൽവ പോലെ ഇരിക്കുന്നു. ഹൽവ എന്നാ അവരതിന് പേര് പറഞ്ഞേ. ആ പശുവിനുണ്ടോ 5 കാലുണ്ട് അതിന്. ചെവിയും ഉണ്ട് ആ കാലിൻ്റെ അവിടെ 5ാമത്തെ. അതെ. ഇതൊക്കെ ഏതോ പച്ചമരുന്നുകളാ. നമ്മള് മന്ദിർ അടുക്കാറായി. ഈ കാണുന്നതാണ് ശ്രീ ബ്രഹ്മ മന്ദിർ പുഷ്കർ. ഇവിടുന്ന് നമുക്ക് മറ്റേ പൂജക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകാം. അപ്പം ഇത് ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ്. ഇപ്പം നട ക്ലോസ്ഡാണ്, നട അടച്ചിട്ടേക്കും, അതുകൊണ്ട് ആരുമില്ല. നമുക്ക് എന്നാ ഇപ്പോൾ പോയേക്കാന്നാ. പോയേക്കാം, ഇതേ സമയം പോവും. അമ്പലത്തിൻ്റെ ചുറ്റും കടകളാണ്. ഇവിടെ എല്ലാം നാസ്ത കടകളാണ്. കഴിക്കണോ? ഇവിടെ എവിടുന്നേലും വേണേൽ ഇന്ന് കഴിക്കാം. എന്നാൽ നോക്കാം എന്താ കഴിക്കാനുള്ളതെന്ന്. അങ്ങനെ നമ്മൾ കഴിക്കാൻ തീരുമാനിച്ചു. ഒരു ചോള ഭട്ടൂരയും ഒരു താലിയും പറഞ്ഞു. പ്ലെയിൻ താലി. ഈ സാധനം രാജസ്ഥാനി ഫുഡാണ്. ദാൽ ബാട്ടി വേണോ? അവിടെ ചപ്പാത്തി. വേണോ? ദാൽ ബാട്ടി വേണോ? വേണമെന്നില്ല, ഞാനും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെ അറിയത്തില്ല. അതാ ഞാൻ ഇതിനെ ആലോചിച്ചത്. നമുക്ക് അറിയാവുന്ന കഴിച്ചിട്ട് പോവാം. അതെ, സമയങ്ങളുണ്ട്. ജയ്പൂർ പോകണം. ഇതേ നെയ്യില്ലേ, നെയ്ക്കകത്തോട്ട് ഇടുക. അത് ദാൽബാട്ടിയാണ് കിടക്കുന്നത്. ഓ, താലി വന്നു. അപ്പം ഞങ്ങള് താലിയുടെ കൂടെ പറഞ്ഞ ഡാൽബാട്ടി. അതെ, ഒരെണ്ണം പറഞ്ഞ്. അതെ, ഡാൽബാട്ടി. ഇത് എന്തിൻ്റെ കൂടെ എന്നറിയില്ല. ഇവിടെ ഉള്ളവരിത് മറ്റേ കുഴച്ച് നന്നായിട്ട് നമ്മൾ പുട്ടൊക്കെ കുഴച്ച് വെക്കില്ലേ, അതുപോലെ കഴിക്കും. ഈ ഗ്രേവിയുടെ ആയാലും കൂടെ കഴിച്ചാൽ മതി. അപ്പൊ പ്ലെയിൻ താലിയിൽ എന്താ പ്രോട്ടയോ? ഇതോ എന്താ? ഇത് പപ്പടം, ചപ്പാത്തി, കുറച്ച് ചോറ്, തൈര്, ഇതെന്തൊക്കെയോ കറികളാണ്. ഒന്ന് ഡാലാണ്, പിന്നെ ഇത് മറ്റേ മട്ടർ. അത് മിക്സ് വെജിറ്റബിൾസാ. പിന്നെ ഇത് പയറുകറിയാണ്. പിന്നെ ഇതേ ഭട്ടൂരം വന്നിട്ടുണ്ട്. ഭട്ടൂരയും ചന ഭട്ടൂര. പപ്പടം ചുട്ടതാ. അത് കണ്ടാലേ അറിയാം ചുട്ട പപ്പടമാണ്. ഉച്ചയായി, ഇപ്പോഴാണ് കഴിക്കുന്നത്. രാവിലത്തെ ഇപ്പോഴാണ് കഴിക്കുന്നത്. ഇത് മിക്സ് വെജിറ്റബിൾ തന്നെ അല്ല കേട്ടോ, പനീറും കൂടെ ഉണ്ടായിരുന്നു. പനീർ കറിയും കൂടെ നല്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അച്ചാറുണ്ട്. അച്ചാർ മറ്റേ ഇതിലൂടെ കിട്ടുന്ന അച്ചാറാ. ആലു പൊറോട്ടയും തൈരിനെ കൂടെ കിട്ടിയില്ലേ, ആ കൂടെ അച്ചാറാ. ഇങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ മാത്രമേ ഞാൻ മല്ലയില കഴിക്കുള്ളൂ. വേറെ വഴിയില്ല. ദാൽബാട്ടി ട്രൈ ചെയ്ത് നോക്കൂ. ദാൽബാട്ടി ഇത് ഭയങ്കര കട്ടി കേട്ടോ. ഇത് അതാ ഇതിനോട് മിക്സ് ചെയ്ത് കഴിക്കണ്ടേ, ഈ സാധനത്തിനോട്. അതന്നെ പയറല്ലേ? പയറല്ല, അത് ഡാലാ. ഡാലും ഇതും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന പോലെ ഇതിൻ്റെ കൂടെ ഡാൽ വെച്ച് കഴിക്കും. അങ്ങനുണ്ട്. കൊള്ളാം. പുട്ടിൻ്റെ കൂടെ ഡാൽ വെച്ചോളുണ്ട്. താലിൻ്റെ കൂടെ കുറച്ച് ചോറുണ്ടായിരുന്നു. ചോറും ഇത്തിരി തൈരും. വല്ലാത്തൊരു ടേസ്റ്റാണ്. എത്ര ദിവസം ഞാൻ ഒരു മൊമെന്റിന് വേണ്ടി കാത്തിരിക്കുന്നു. ചേച്ചിക്ക് ചോറില്ലാണ്ടൊരു ജീവിതമില്ല. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു, നമ്മൾ പോവാണ്. 330 രൂപ. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ആയി. അങ്ങനെ നമ്മൾ തിരിച്ച് വണ്ടിയുടെ അടുത്തെത്തി. ഇനിയിപ്പോൾ നേരെ ജയ്പൂർ. കുറച്ച് നേരം ഇതുവഴി ഇറങ്ങിപ്പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇതുവഴിയാ ഇറങ്ങി വന്നത്, ഈ കാറ് കിടക്കുന്ന വഴിക്ക്. കയറി വന്നത്. പക്ഷെ അവിടെ എല്ലാ ആൾക്കാരും ഇപ്പോൾ വണ്ടി കൊണ്ടുവന്നിട്ടിട്ട് പോയി. അപ്പം അപ്പുറത്തെ സൈഡിൽ
കൂടെ ഇറങ്ങാമെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം വണ്ടി ഇട്ടേക്കുണ്ട്. ഇത് ഇതുവഴി ഇറങ്ങി പോവും. കണ്ട് കിട്ടി വഴി. ജയ്പൂർ ലെഫ്റ്റ്, അജ്മീർ റൈറ്റ്. നമ്മൾ രാവിലെ പുഷ്കറിലെ ചെറിയ കറക്കമൊക്കെ കഴിഞ്ഞ് ജയ്പൂരിലേക്ക് പോവുകയാണ്. നമുക്ക് പോകേണ്ട ഹൈവേ അത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് NH 58 അപ്പോൾ പുഷ്കറിൽ നിന്ന് ജയ്പൂരിലേക്കൊരു 140 കിലോമീറ്റർ ഉണ്ട്. ആരവല്ലി ഹിൽസ്. താഴെ എല്ലാം കൃഷികളാണ്. ഇവിടെയൊക്കെ മീനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ആ ചേട്ടൻ്റെ ഇരുന്ന് മീൻ പിടിക്കും. നമ്മൾ വന്ന ഹൈവേ മേളിൽ കൂടെ പോകുന്നത്. നമ്മൾ അവിടുന്ന് കറങ്ങി ഇറങ്ങി ജയ്പൂർ റോഡിൽ കയറി. ജയ്പൂർ 123 കിലോമീറ്റർ ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ ഉറക്കമൊക്കെ? തണുപ്പൊക്കെ ഉണ്ടായിരുന്നോ? ഉറക്കം സുഖമായിരുന്നു. കിടക്കുമ്പോൾ ഇത്തിരി തണുപ്പുണ്ടായിരുന്നു, പക്ഷെ പിന്നെ നല്ല ചൂടായിരുന്നു. ഞാൻ എൻ്റെ ബ്ലാങ്കറ്റോടെ തന്നു. ഇവളുടെ ബ്ലാങ്കറ്റോടെ എൻ്റെ ഇന്നലെ ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു മിക്സ്ഡ് ഡോമിലുള്ള. അതെ അതെ, ഞങ്ങൾ ഇന്നലെ ആദ്യം ഹോസ്റ്റൽ എടുക്കാൻ തീരുമാനിച്ചപ്പം ഗേൾസിൻ്റെ ഡോർമെറ്ററിയാണ് ചോദിച്ചത്. അപ്പോൾ ഗേൾസിൻ്റെ ഡോർമെറ്ററിയിൽ ചെറിയ വാഷ്റൂമിനൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, മിക്സ്ഡ് ഉണ്ട്, ബോയ്സും ഗേൾസും കൂടെ മിക്സ് ആയിട്ടുള്ളതുകൊണ്ട് അപ്പോൾ അവിടെ തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞു. ഞങ്ങൾ റൂം ചെന്ന് കണ്ടു. നോക്കുമ്പോൾ 2 പേരേ ഉള്ളൂ. പിന്നെ 6 പേരുടെ അപ്പൊ പിന്നെ നമുക്കും വലിയ വിഷയമില്ലാത്തതുകൊണ്ട് 6 പേരെ റൂമായിരുന്നു, 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഒരു അറ്റാച്ച്ഡ് ബാത്റൂം. പിന്നെ ഞങ്ങൾ അവിടെ എടുത്തു. അപ്പം ഇന്നലെ ആദ്യമായിട്ടാണ് അങ്ങനെ സ്റ്റേ ചെയ്യുന്നത്. പരിചയപ്പെട്ടു. നല്ലായിരുന്നു. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. ഒരാള് ബാംഗ്ലൂരിൽ നിന്ന്, ഒരാള് ഓസ്ട്രേലിയക്കാരനായിരുന്നു. അതെ, സാധാരണ നമ്മളെപ്പോഴും അമ്മയുടെ അച്ഛനും കൂടെ ഒക്കെ അല്ലേ വരുന്നത്. അപ്പൊ കൂടുതലും റൂം എടുക്കുക എല്ലാവരുടെ. അങ്ങനെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒന്നും കിട്ടിയില്ല. പിന്നെ അതില് റൂം എടുക്കുന്ന പറഞ്ഞാൽ ലഡാക്കിന് പോയപ്പോഴും റൂം എടുക്കുന്ന ട്രിപ്പുള്ളൂ. ബാക്കിയൊക്കെ പിന്നെ ലോറിയും കൊണ്ട് വരുന്ന, ക്യാരനും കൊണ്ട് വരുന്ന, അങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ സ്റ്റേ ചെയ്തുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ലായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പുതിയൊരു എക്സ്പീരിയൻസ്. ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ ചണ്ഡീഗഡ്, നേരെ പോയാൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ. ഇന്നലെ ഞങ്ങൾ ആ ഫോറിനറായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, പുള്ളി ജോധ്പൂർ എന്നാണ് ഇപ്പോൾ വരുന്നത്. പുള്ളി പറഞ്ഞു ജോധ്പൂർ മാത്രം ഒട്ടും അത്ര ഇതല്ല എന്ന് പറഞ്ഞു. അത് അപ്പം ഞങ്ങളും പറഞ്ഞു ശരി, ഓൾഡ് സിറ്റി ഏരിയ. നമ്മൾ മറ്റേ ബ്ലൂ സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ബ്ലൂ ലൈനില്ലേ, നവചോക്കിയ വഴി റീൽസും വീഡിയോസും എല്ലാം കാണുമ്പം ഭയങ്കര ഭംഗിയാ. അപ്പൊ പക്ഷെ അതൊരു നടക്കുമ്പോ അത്ര ഭംഗിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീല കളറുള്ള ബിൽഡിംഗ് ഇല്ലെന്നുള്ളതല്ല, ക്ലീൻ അല്ല ഒട്ടും, മറിച്ച് വേസ്റ്റാ. അപ്പം അത് പുള്ളിക്കാരന് ഒന്നെല്ലാം പറഞ്ഞു ഇതുവരെ പോയതിൽ ഏറ്റവും ബാഡ് ആയിട്ടുള്ള ഒരു. അത് ശരി. അപ്പം നമ്മൾ ജയ്സാൽമേർ പോയി, ബിക്കാനീർ പോയി, ജോധ്പൂർ അതിൽ കുറച്ചുകൂടി ഒരു ഇത്തിരി ബാഡ് എന്ന് പറഞ്ഞാൽ. അജ്മീറും പുഷ്കറും ഒന്നും വലിയ പ്രശ്നമില്ലായിരുന്നു. ജോധ്പൂർ പക്ഷെ നല്ല ഏരിയ ഉണ്ട്. പോയ ഏരിയ കൂടുതലും ഭയങ്കര ബാഡ്. ഫോർട്ടൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥലമായിട്ടോ ജോധ്പൂർ ഫോർട്ടും ആ ഏരിയ എല്ലാം. പക്ഷെ ആ ബ്ലൂ സിറ്റി ലൈൻ അത്ര പോരാ. ആ ഫോറിനറില്ലേ, ആ ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റേറ്റ് കേരള. അവള് ഓൾറെഡി കേരളം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളൊന്ന് ക്ഷണിച്ചായിരുന്നു. ഞങ്ങളോട് ആദ്യം കേരളത്തിലെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, വിസിറ്റ് ചെയ്താന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ഇഷ്ടമുള്ള സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കേരളം. ഫേവറേറ്റ് കേരളം കേരള എന്ന് പറഞ്ഞു. പിന്നെ എന്താ അതല്ല, രാവിലെ കണ്ടോ, ഞാൻ കരുതി ആ ചേട്ടൻ റെഡി ആവുക കേട്ടോ, കുളിച്ച് റെഡി ആവുക. അപ്പൊ ഞാൻ കരുതി എന്നാ പുഷ്കർ വിസിറ്റ് ചെയ്യാൻ പോവായിരിക്കും എവിടെയെങ്കിലൊക്കെ കറങ്ങാനായിട്ടേ. അത് കഴിയുമ്പോൾ ഞാൻ ചോദിച്ചാൽ എങ്ങോട്ടാ പോകുന്നത്, പുഷ്കർ കറങ്ങാനൊക്കെ പോകാന്ന് ചോദിച്ചേ. അപ്പൊ പറയാം ഞാൻ മുടി വെട്ടാൻ പോവാന്ന്. അത് പുതിയൊരു ഹെയർ കട്ടായിട്ട് വരും എന്നൊക്കെ വേണ്ട പോയി രാവിലെ. പിന്നെ നമ്മള് തന്നെ അത് കഴിഞ്ഞ് അപ്പൊ തന്നെ ഇറങ്ങിയായിരുന്നു. പോവാന്നും പറയാൻ പറ്റിയില്ല. ടോളിന്റെ തിരക്കാ, എന്ത് ബ്ലോക്കല്ലേ അത്. എത്ര ലോറിയാ? മൊത്തം ലോറിയാ. ഈ 2 ദിവസം നമ്മൾ ടൗണിനകത്തോടാണ്ട് അധികം ലോറിയും ഒന്നും ഇല്ലായിരുന്നു. അതെ, ഹൈവേയിൽ നല്ല തിരക്കാ. അപ്പം നമ്മൾ കിഷൻഘട്ട് ചായ എല്ലാം വേണോ ഒനു? കഴിച്ചത് കുറച്ച് കൂടിപ്പോയി. ചായ കുടിക്കാനുള്ള സ്പേസ് ഇല്ല വയറ്റില്. കാര്യം വൈകുന്നേരം ആകുമ്പോൾ ഒരു ചായ കുടിച്ചാൽ കൊള്ളാന്നൊക്കെ ഉണ്ട്. പക്ഷെ വയറങ്ങ് നിറഞ്ഞിരിക്കുന്നു. കുറച്ച് കഴിച്ചുള്ളത്, ഒരു ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്തോ ഹെവി ആയി പോയത് തോന്നുന്നു. കാറിനോടെ സ്പീഡ് ലിമിറ്റ് 100, ബസ്സിന് 60, അല്ല ബസ്സിന് 80, ലോറിക്ക് 60. ന്യൂഡൽഹി 296, ജയ്പൂർ 32. എത്താറായി ഇപ്പൊ ചെല്ലും. അതെ, 5 മണി കഴിഞ്ഞു. നമുക്കൊരു ചായ കുടിച്ചിട്ട് പോവാം. ചായ ഇല്ലാത്ത ജീവിതം എനിക്ക് പറ്റുന്നില്ല.
ഇനി സൂര്യാസ്തമയൊക്കെ വണ്ടിയുടെ പുറയില്ല. അതെ, കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഫുള്ള് ലോറികളല്ലേ ഈ വഴി. നമുക്ക് ഈ തവണ ഏതെങ്കിലും ലോറിയുടെ പുറകെ നിർത്തിക്കാം. കഴിഞ്ഞ തവണ കാറിന്റെ ബാക്കിലാണ് നിന്നത്. ലോറി വലുതായതുകൊണ്ട് ഒരു വണ്ടി പാസ്സായാൽ പോരെ, അപ്പൊ പെട്ടെന്ന് നമ്മള് മുന്നിൽ കയറില്ലേ, മനസ്സിലായി? ഓക്കെ ഓക്കെ. അങ്ങനെ പെട്ടെന്ന് മുന്നിൽ കയറിട്ട് എങ്ങോട്ട് പോവാനാ? എന്തായാലും ഈ റോഡിൽ കൂടെ തന്നെയല്ലേ പോന്നത്. അതെ, സമയലാഭം. ആ സൈഡിലെ തിരക്ക് കണ്ടോ? അതേ പറഞ്ഞ ഇതുണ്ടോ, അവിടെ ഒരു ലോറി നിൽക്കുന്ന ഒരു പൊസിഷനിൽ എത്ര കാർ ഉണ്ടെന്നുണ്ടോ? ആ വലിയ ട്രെയിലറിലോട്ട് നോക്കൂ. ജയ്പൂർ എടുക്കാറായതിന്റെ തിരക്കാന്ന് തോന്നുന്നു വഴിയില്. ഈ തിരക്കൊക്കെ കഴിഞ്ഞ് എപ്പോഴാ എനിക്കൊരു ചായ കുടിക്കാൻ ഒരു കട കിട്ടുക? അതെ, ഇവിടെയൊക്കെ ഫുള്ള് സൈഡിലൊന്നും ഇറങ്ങാൻ പറ്റില്ല, കാരണം ബാരിയേഴ്സ്. അതെ, ചായക്കടകളൊന്നും ഇല്ല. എനിക്ക് വീട്ടിൽ പോയിട്ട് വേണം ഇതിരി ചോറും മീൻകറിയും കഴിക്കാൻ കൊതിയാവണം. രാവിലെ പൊറോട്ടയും മീൻകറിയായിരുന്നു. അതെന്തുകൊണ്ടാ? അമ്മയെന്ന് വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? അവരെന്താ അവിടെ മീൻകറിയും പൊറോട്ടയും കഴിച്ചോണ്ടിരിക്കുന്നത്. കേട്ടിട്ട് സങ്കടമാണല്ലേ? അപ്പൊ എനിക്കിവിടെ ചപ്പാത്തിയും മിക്സ് വെജിറ്റബിളും ഡാൽ കറി. അതെ, നമ്മള് വീട്ടിൽ നിന്ന് പോന്നിട്ട് 32 ദിവസവും തന്നെ ഓടാൻ തുടങ്ങിയിട്ട് 5 ദിവസമായി. ഡൽഹി ആഗ്രയൊക്കെ ലെഫ്റ്റ്. ആഗ്ര 269 കിലോമീറ്റർ, ഡൽഹി 339 കിലോമീറ്റർ. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ഹൈവേ കയറും. പക്ഷെ നമ്മള് വീട്ടിൽ നിന്ന് പോന്നിട്ട് അത്രയും ദിവസം ആയെന്ന് പറയല്ല. അത് ഇത്രയും ദിവസം അമ്മയച്ചൊക്കെ ഉണ്ടായിരുന്നോണ്ട്. അതെ, അതുകൊണ്ടാ. ഇപ്പൊ തോന്നില്ലേ വീട്ടിൽ ദൂരെന്ന്? ഇപ്പൊ തോന്നുന്നുണ്ട്. നമ്മള് ഹൈവേന്ന് ഇറങ്ങി നമുക്കിന്ന് ജയ്പൂർ ടൗൺ വരെ പോകണ്ട, ഹോട്ടലിൽ എവിടെയെങ്കിലും കിടക്കാം, എന്നിട്ട് രാവിലെ എണീറ്റ് ജയ്പൂർ പോവാം. എന്ത് തിരക്കാ വഴിയിലൊക്കെ. ഇന്ന് നീ ജയ്പൂർ ചെന്നിട്ട് എന്താണ് പ്ലാൻ? സിറ്റി വരെ പോകുന്നില്ല, എന്നാലും നമുക്ക് ജയ്പൂർ ചെന്നിട്ട് റെസ്റ്റ് എടുക്കാം. എന്നും റെസ്റ്റാ. പതുക്കെ പോവാൻ, ധൃതിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. ഇവിടെ എല്ലാം മെട്രോയുടെ പണി നടക്കുക. ജയ്പൂർ മെട്രോ ഇവിടെ അല്ലാതെ കൊട്ട, ചൂരൽ കസേര, എല്ലാ ഐറ്റംസും ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ഫ്ലാറ്റ് അല്ലേ? കുറച്ച് ദിവസമായിട്ട് നമ്മളൊന്നും കാണുന്നില്ലായിരുന്നു. ഇപ്പോഴും ഔട്ടർ ഏരിയ കൂടെ വന്ന, ബാക്കി നമ്മൾ ഹൈവേ കൂടെ അല്ലേ പോയേ? അതെ. സിഗ്നലില് റെഡ് ലൈറ്റ് ഉണ്ടോ? ഹാർട്ട് ഷേപ്പില. ചെന്നൈയിലും ഹാർട്ട് ഷേപ്പില. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഫുള്ള് റൗണ്ടാ. നല്ല തിരക്കല്ലേ വഴിയില്? നല്ല തിരക്കാ. നമ്മള് തന്നെ പോരാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. എല്ലാ ദിവസവും ഈ ഒരു 5:30-6 മണിയാകുമ്പോ ഏതെങ്കിലും അവിടെ ചെന്ന് വിട്ടുകൊടുക്കും. സത്യം, എന്നും അതെ അല്ലേ? ജയ്പൂര് കയറിയ പിന്നെ ഭയങ്കര തിരക്കാ. ഔട്ടറും അല്ലാതെ സിറ്റിയിലോട്ടൊക്കെ തിരക്കായിരുന്നു. ജയ്പൂർ സിറ്റി നേരെ നമുക്ക് താഴെ കൂടെ പോവാം, ഔട്ടറിലോട്ട്. അപ്പൊ നമ്മളിതേ ഇവിടെ ഒരു റൂമൊക്കെ എടുത്തു. ഇന്നിപ്പം ഇവിടെ കിടന്നുറങ്ങാം. അതെ, ഇന്നിപ്പോ ഒന്ന് ഇവിടെ കിടന്നുറങ്ങണം. എന്നിട്ട് നാളെ രാവിലെ എണീറ്റ് നമ്മൾ ജയ്പൂർ കറങ്ങും. സമയം ഇപ്പം 8 മണി കഴിഞ്ഞു. വഴിയിൽ ഇപ്പോഴും നല്ല തിരക്കാ. അപ്പം നമ്മുടെ കുറച്ച് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് ഇവിടെ. അപ്പം ഇവിടെ നിന്നാണ് ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചത്. ഇതാണ് സുല്ലേട്ടൻ, ആശ് ചേച്ചി. അപ്പം എത്ര ആളെ ഇവിടെ? ഇവിടെ 25 ഇയേഴ്സ് ആയില്ലേ? ഇയേഴ്സ് കൂടുതലായി. അപ്പം ചേച്ചി ഹോസ്പിറ്റലിൽ ഓർഗനൈസ് ആയല്ലേ? ചേട്ടൻ ഇവിടെ മീഡിയയില, ന്യൂസ് ചാനൽ മീഡിയയിൽ വർക്ക് ചെയ്തത്. ഇതാണ് കൊച്ച് മോൾ. പേരെന്നാടാ? എലീസ. ഇവർ രണ്ടുപേരും കസിൻസാ അല്ലേ? അലീഷ. പിന്നെ ഇപ്പൊ ഞങ്ങള് റൂമിലേക്ക് പോവാ. സന്തോഷം. നല്ല ഫുഡായിരുന്നു. പോവാ. സമയമില്ല, ഇവിടെ ആർക്കും ഉണ്ടാക്കാനും എടുക്കാനും ഒന്നും സമയമില്ലാതാ. അല്ല കുഴപ്പമില്ല, നല്ല ഫുഡായിരുന്നു. ഞാൻ കിച്ചണിനകത്തൊന്നും പോത്തില്ല, ഇവരെ ചെയ്യുന്നില്ല, ഞാൻ പോത്തില്ല. വയസ്സും പ്രായമായില്ലേ? 75 വയസ്സായി. അച്ഛമ്മയുടെ പ്രായം 75 വയസ്സായി. ഇതാ അമ്മച്ചി. അമ്മച്ചിയുടെ പേരെന്നാ? എന്റെ അമ്മണി. അപ്പച്ചനുണ്ട്. വീട്ടിൽ വിളിക്കുന്ന പേരാ നമ്മുടെ. ഇവിടെ ഞങ്ങള് അന്നമ്മ. റിട്ടയർഡ്? SMS റിട്ടയർഡ് ആയതാ. ഇവിടുത്തെ കോളേജ് അല്ല, ഇത് മെഡിക്കൽ കോളേജിൽ. പോവാ. നാളെ ഞങ്ങൾ ഈ ഏരിയയിലേക്ക് ഉണ്ടാവും, കാണാം നമുക്ക്. 15 വർഷമായി. 15 വർഷമായി റിട്ടയർഡ് ആയിട്ട്. ഇന്ന് പോവാ. അപ്പോൾ നമ്മൾ റൂമിലൊക്കെ എത്തി. ഇനിയിപ്പോൾ ഒന്ന് കിടന്നുറങ്ങണം. ഇനിയിപ്പോൾ ഇന്ന് വേറെ പരിപാടി ഒന്നുമില്ല. നാളെ നമ്മൾ ജയ്പൂർ കറങ്ങാൻ പോകും. അപ്പോൾ ജയ്പൂരിലെ ബാക്കി കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.